ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലും അതേപോലെ ബാക്കിലൊക്കെ നമ്മൾ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ബോ എന്നൊക്കെ പറയുന്നൊരു സംഭവം വെക്കുമല്ലേ, നല്ല ഭംഗിയാണത് വെച്ചാൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ബട്ടർഫ്ലൈ എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ എത്രയാണ് ഞാൻ എടുത്തതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെങ്ത്താണ് എടുക്കുന്നത്. ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പീസിൻ്റെ 8 ഇഞ്ചാണ്. 8 ഇഞ്ച് ലെങ്ത്തിലും ഇതിൻ്റെ നമ്മൾ എത്രയാണോ ലെങ്ത്ത് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാവണം നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുക. നീളം 8 ഇഞ്ചാണെങ്കിൽ അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് 16 ഇഞ്ച്. ഈ ഒരു രീതിയിലുള്ള ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സെയിം ഇതേ അളവിലുള്ള ഒരു സാറ്റിൻ്റെ ക്ലോത്തും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ നെറ്റിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് കേട്ടോ. 8 ഇഞ്ച് നീളത്തിലും 16 ഇഞ്ച് വീതിയിലുള്ള പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു സാറ്റിൻ്റെ ക്ലോത്തിൻ്റെ നല്ല വശം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിനുസുള്ള വശമാണ്. അതെടുക്കാതെ അതിൻ്റെ ചീത്ത വശത്ത് നമ്മുടെ ഈ ഒരു നെറ്റ് ഫാബ്രിക്കിൻ്റെ നല്ല വശം വെക്കുക. ലൈനിങ്ങിൻ്റെ ചീത്ത വശത്ത് നെറ്റിൻ്റെ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല വശത്തേക്ക് നമ്മുടെ നെറ്റ് വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ചീത്ത വശവും അതേപോലെ നമ്മൾ നെറ്റിൻ്റെ നല്ല വശവും ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ വെക്കുക. വെച്ചതിന് ശേഷം നമുക്കിത് ഒരു സ്ക്വയർ രൂപത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഒരു 4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് നിർത്തൂലേ, നമ്മൾ എൻഡിങ് വരുമല്ലേ, അവിടെ നമ്മൾ നിർത്തുമ്പോൾ ഒരു ഇഞ്ചോളം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാതെ വിടണം. അത് നമുക്ക് ഇതിൻ്റെ നല്ല വശത്തേക്കൊന്ന് ഇതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കെട്ടിട്ട് നിർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡിൽ എന്തെങ്കിലും പീസൊക്കെ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ്ങുകൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തയ്യൽത്തുമ്പൊക്കെ അധികമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യാതെ വിട്ട ഭാഗമല്ല, അതിൻ്റെ ഉള്ളിലൂടെ നമ്മളൊരു വിരൽ വെച്ചിട്ട് ഇതുപോലെ ഇതിന് നല്ല വശത്തേക്കൊന്ന് തിരിച്ചെടുക്കുക. അതിൻ്റെ ഒരു 4 കോർണറും നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഈർക്കിളിയോ കത്രികൻ്റെ ഒരു തുൻപ് വെച്ചിട്ടൊക്കെ കുത്തിയെടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പോട് കൂടി തന്നെ നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാതെ വിട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ആ ഒരു പീസിനെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഓപ്പണില്ല ഭാഗം ക്ലോസ് ആയി കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില ഡ്രസ്സിലൊക്കെ നമ്മൾ ബോ ചെയ്യുന്നത് കണ്ടാൽ അതിങ്ങനെ കുഴഞ്ഞ് നിൽക്കും. ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഭംഗിയില്ലാതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് നല്ല ബലത്തിൽ നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് ഒന്നും കൂടെ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വശം ഉള്ളിലേക്കാവുന്ന രീതിയിൽ വേണം മടക്കാനായിട്ട് കേട്ടോ. ആരും തലതിരിച്ച് മടക്കി വെക്കരുത്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിലേക്കാവുന്ന രീതിയിൽ വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു നമ്മൾ മടക്കിയ ഭാഗം ഇപ്പോൾ എന്തായാലും ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട. ഈ ഓപ്പണുള്ള ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുക. നല്ല സ്ക്വയർ രൂപത്തിൽ തന്നെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എൻഡിങ് എത്തുമ്പം കുറച്ച് സ്ഥലം വിടുക. എന്നിട്ട് കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമുക്കതിനെ തിരിച്ചിട്ട് നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ക്ലോസ് ആയ ഓപ്പൺ ആയ ഭാഗം ഉണ്ടല്ലോ, അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ക്ലോസ് ആക്കി വെക്കാം. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ നമ്മളൊന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ ആ ഒരു സെൻറ്റർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു ചോക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു വരമ്പ കൂടെ തന്നെ തുന്നിയെടുത്താൽ ആ ഒരു സെൻറ്റർ കൂടെ തന്നെ കിട്ടും. ചിലപ്പോൾ നമ്മളിങ്ങനെ നീഡിലുകൊണ്ട് തുന്നി വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു സെൻറ്റർ നമുക്ക് കിട്ടാതെ വരും. അറ്റെത്തുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു നൂല് സൂചിയിൽ കോർക്കുക. എന്നിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിയിലൊരു നൂലെടുക്കുക. സാധാ നമ്മളെ തയ്യൽ മെഷീൻ്റെ തയ്ക്കണ നൂല് തന്നെയാണ് കേട്ടോ. 2 വട്ടാക്കിയിട്ട് മടക്കിയിട്ട് ഇതുപോലെ നമ്മൾ തുന്നിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പം ആ ഒരു ത്രെഡിനെ ഒന്ന് വലിച്ചെടുത്താൽ നമ്മളെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതിനെ ആ ഒരു സെൻറ്റർ ഭാഗം നമുക്കിങ്ങനെ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ആ നൂല് നമ്മൾ തുന്നിയ നൂലില്ലേ അതുകൊണ്ട് ജസ്റ്റ് 1-2 തവണ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഒന്ന് തുന്നി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഈ നൂലിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ വേറൊരു നെറ്റിൻ്റെ പീസും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും വിടുത്തെന്നൊക്കെ പറഞ്ഞാൽ ഒരു 3 ഇഞ്ച് വിടുത്തും അതേപോലെ ഒരു 5 ഇഞ്ച് ലെങ്ത്തൊക്കെ ഉള്ളൊരു പീസാണ്. ചെറിയൊരു പീസ് മതി കേട്ടോ. അപ്പോൾ അത് എങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു നെറ്റിൻ്റെ പീസിൻ്റെയും നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ആദ്യം നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല വശത്തേക്ക് ഇതിനെയും കൂടെ ഒന്ന് തിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നല്ല വശത്തേക്ക് ഈ ഒരു പീസിനെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബോ ഇതുപോലെ വെച്ചതിന് ശേഷം ആ ഒരു ത്രെഡ് വരുന്ന അതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, സെൻറ്റർ ഭാഗത്ത് കൂടെ ഇതുപോലെ ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കതിനെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാം. ഇതിനെ നല്ലോണം ഒന്ന് കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പറ്റി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ആ ഒരു സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന പീസിനെ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പം അതിൻ്റെ സൈഡിലായിട്ടാണ് ആ ഒരു തയ്യൽ തുമ്പുണ്ടാവുക. അപ്പോൾ ആ ഒരു നമ്മൾ ആ ഒരു വെച്ച പീസ് ഉണ്ടല്ലോ അതിനെങ്ങനെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് ആ ഒരു തയ്യൽ തുമ്പ് ആവുന്ന രീതിയിലൊന്ന് ആക്കി വെക്കുക കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോയാണ്. അപ്പോൾ അതേ ഞാൻ ഇതിൻ്റെ മുന്നേ ആയിട്ട് വേറൊരു രീതിയിൽ ചെയ്തൊരു ബോയാണ് കേട്ടോ. ഇത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മളിപ്പോൾ ആ ഒരു സെൻറ്ററിൽ ആ ഒരു പീസ് എടുത്തിട്ട് ചുറ്റിയെടുത്തില്ലേ, ആ പീസിനെ ഇതുപോലത്തെ ഒരു പീസാക്കി വെച്ചിട്ട് സെയിം രീതിയിൽ ചെയ്തെടുത്തതാണ്. പക്ഷേ ഇതിങ്ങനെ കുറച്ച് ലെങ്ത്തിൽ അതിൻ്റെ പീസും കൂടെ എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ സെൻറ്ററിലൂടെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇതുപോലെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ വേറൊരു ഫ്രോക്കിന് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നല്ലൊരു സീക്വൻസ് വർക്ക് വരുന്നൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ കണ്ടത് ഇങ്ങനെ ഒറ്റ ലെയറിൽ ചെയ്തതോടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഷിഫ്റ്റ് നെറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ അതിങ്ങനെ ബ്ലാക്ക് ആയതുകൊണ്ട് ഷിഫ്റ്റ് നെറ്റ് ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല, വൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കാണും. അപ്പോൾ അതൊന്നും വെക്കാതെ ഞാൻ അന്ന് ചെയ്തതായിരുന്നു. പക്ഷെ അതിങ്ങനെ ഡ്രസ്സിൽ വെക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കും, ഒരു ബലമില്ലാതെ നിൽക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ബോ ഞാൻ ഇതുപോലെ നല്ല 2 ആക്കി മടക്കിയിട്ട് നല്ല കട്ടിയിലാക്കിയിട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സിൽ ഞാൻ വെച്ചപ്പം അതിൻ്റെ ആ ഒരു 2 ഭാഗത്തും തുന്നി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ മുട്ടുസൂചിയോ പിന്നൊക്കെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സിലും പോകുന്നൊരു കളറാണ് ബ്ലാക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പിൻ ചെയ്തിട്ടാണ് കുട്ടിക്ക് ഇട്ട് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഡ്രസ്സിന് വേണമെങ്കിൽ അത് അയക്കാമല്ലോ പിൻ ചെയ്ത് വെച്ചാൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തുന്നി വെക്കുകയും ചെയ്യാം, പിൻ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ വെക്കുകയും ചെയ്യാം. ബ്ലാക്ക് ആകുമ്പോൾ പിന്നെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തരിക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോഴല്ലേ നമുക്ക് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്കും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ജസ്റ്റ് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ മതി. ഇപ്പോൾ അതല്ലേ നമ്മളെല്ലാവരും ചെയ്യുക. ആർക്കും ടൈമില്ലാത്തവരല്ലേ, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനൊന്നും നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് വെക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ അവർക്കും യൂസ്ഫുൾ ആയിക്കോളും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ ഒരു ബോ വെച്ചതിൻ്റെ ഫ്രോക്കിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇൻഷാല്ല ഉടനെ കാണിക്കാം. അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.